ആദരണീയരെ, കാലം, പ്രകൃതി, ജനാധിപത്യം ഈ ആശയത്തിൽ അധിഷ്ഠിതമായി മൂന്നാം കടത്തനാട് ലിറ്റററി ഫെസ്റ്റ് അവസാനിക്കാൻ പോകുന്നു. ഇത് ഉണർത്തിവിട്ട ചിന്തകൾ, പ്രസരിപ്പിച്ച ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ അവസാന നിമിഷത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട കാര്യശ്ശേരി മാഷാണ്. അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രസംഗത്തെക്കുറിച്ചൊരു പ്രസംഗമാണ്. പ്രസംഗങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം, അതേപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം, മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗം, ഒട്ടനവധി പ്രസംഗങ്ങൾ ചരിത്രത്തെ മാറ്റിമറിച്ച പ്രസംഗങ്ങളാണ്. ഇന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടു പോയത് ചിന്തകൾ പ്രസരിപ്പിക്കുന്ന പ്രസംഗത്തിൻ്റെ ഉടമയായിരുന്ന നമ്മുടെയൊക്കെ അഴീക്കോട് മാഷാഭാവമാണ്. അത് ഏറെക്കുറെ നികത്തുന്നതിൽ കാര്യശ്ശേരി മാസ്റ്റർ മുന്നിലുണ്ട് എന്നത് ആശ്വാസമാണ്. അദ്ദേഹത്തെ ഈ ഒരു സംവാദത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഞാൻ എൻ്റെ മൈക്ക് കൈമാറും. ശരി സർ. എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആ പഠനം നിർവഹിക്കണം. അപ്പോ ആ നിലയ്ക്കാണ് ഓരോ ദിവസവും ഉള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്. അത് അഞ്ചാം ക്ലാസ് തൊട്ട് പ്രസംഗിക്കുന്ന കൈകാര്യം ചെയ്യുന്ന പ്രസംഗത്തെ പറ്റി ആദ്യമാണ് പ്രസംഗിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്ന ചില്ലറ ദുരിതമല്ല. വിതരണ സംവിധാനം നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാം. പ്രസംഗം തന്നെ ഒരു വിഷയമാവെന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വാക്ക് സംസ്കൃതമാണ്. അതിന്റെ അർത്ഥം സന്ദർഭം എന്നങ്ങനെ പറയും. സാഹചര്യവശാൽ, സന്ദർഭവശാൽ എന്നൊക്കെയുള്ള അർത്ഥത്തില് പ്രാസംഗികമായി എന്ന് പറയും. അവിടെ പ്രഭാഷണം എന്ന് പറയും. നമ്മുടെ നാട്ടിലിപ്പോ വളരെ പ്രചാരമുള്ള വാക്കാണ് പ്രസംഗം. വളരെ പ്രചാരമുള്ള ഒരു പ്രവൃത്തിയാണ്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം ചരിത്രത്തിൽ ഉടനീളം അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രഭാഷണം, വരുന്ന പ്രബന്ധം, വരുന്ന പ്രവൃത്തി. ചരിത്രം മാറുന്നത്, സംസ്കാരം മാറുന്നത് എങ്ങനെയാണ്? അത് ആളുകളുടെ പ്രഭാഷണം കൊണ്ടാണ്, പ്രബന്ധം കൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടാണ്. സാധാരണഗതിയിൽ നമുക്ക് പ്രബന്ധം അതിന് വലിയ പങ്ക് വഹിച്ചു എന്ന് തോന്നും. ശരിയാണ്. മറ്റ് വ്യക്തി, എഴുത്ത്, രാഷ്ട്രീയ ചിന്തകൾ, ഇപ്പം കാറൽ മാർക്സ്, ഒരു ഉദാഹരണം പറയണേ, അല്ലെങ്കിൽ ഗാന്ധി, അങ്ങനെ വോൾട്ടയർ, അങ്ങനെ റൂസോ, അവരെ എഴുത്ത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പ്രഭാഷണം അതിന്റെ താഴെയാണ്. പക്ഷെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ചരിത്രം മാറ്റിയ പല ആളുകളും എഴുതല്ല, പ്രഭാഷണം നടത്തേണ്ടായത്. ഉദാഹരണം പറഞ്ഞ ഒരാൾ സോക്രട്ടീസ് ആണ്. അതേ ക്രിസ്തുവിന് 400 കൊല്ലം മുമ്പ് ജീവിച്ച് കൊല്ലപ്പെട്ടൊരു മനുഷ്യൻ. അതൊന്നും എഴുതിയിട്ടില്ല. ക്രിസ്തു ഒന്നും എഴുതിയിട്ടില്ല. ബുദ്ധൻ ഒന്നും എഴുതുന്നില്ല. മുഹമ്മദ് നബി ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർ സംസാരിക്കുന്നു. സോക്രട്ടീസ് പറഞ്ഞത്, എനിക്ക് ആരെ ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല, ഞാൻ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഐ കനോട്ട് ടീച്ച് എനിബഡി എനിത്തിങ്, ഐ ക്യാൻ മേക്ക് ദം തിങ്ക്. ചോദ്യം ചോദിക്കും. അതിനെയാണ് ചരിത്രം സോക്രാറ്റിക് മെത്തേഡ്, സോക്രട്ടീസിന്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. ബുദ്ധനാണെങ്കിൽ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ക്രിസ്തു സംസാരിച്ചപ്പോ നാട്ടുകാർ വളരെ അത്ഭുതപ്പെട്ടു. എന്താ, അവൻ അധികാരത്തോട് സംസാരിക്കുന്നുവല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അവനൊരു പണ്ഡിതനല്ല,
ഒരു പണക്കാരനല്ല, ഒരു തരത്തിലും പ്രാമാണികതയില്ല, ഒരു ആശാരിച്ചക്കൻ. ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര പേര് ബാക്കിയുണ്ടാവും? ആകെ സംസാരിച്ചത് 3.5 കൊല്ലമാണ്. അത് കഴിഞ്ഞ് അവനെ കുരിശ് തറച്ചു കൊന്നു. പക്ഷെ ആ ചോദ്യം ഭയങ്കരമാണ്. അവൻ അധികാരത്തോടെ സംസാരിക്കുന്നുവല്ലോ. എന്താണ് ക്രിസ്തുവിന് ആധികാരികത കൊടുത്തത്? അദ്ദേഹം പ്രവർത്തിക്കുന്നത് പറഞ്ഞു, പറയുന്നത് പ്രവർത്തിച്ചു. അതിന്റെ ഐക്യമാണ്. ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ വിസ്മരിച്ചു കളയുക, ഞാൻ എഴുതിയതൊക്കെ എന്റെ ചുടലയിൽ എരിച്ചു കളയുക, ഞാൻ എന്ത് പ്രവർത്തിച്ചു അത് മാത്രമേ ബാക്കിയാവൂ. മറ്റതൊക്കെ വെറുതെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ എല്ലാവരും പറയും, ചീത്തക്കാരെ ആരും പറയില്ല. പക്ഷെ നമുക്കറിയാം ആ കാര്യം പറയാൻ ആ പറയുന്നവനെ കൊള്ളുകയില്ല എന്ന്. അത് രാഷ്ട്രീയ നേതാവാണെങ്കിലും മതപുരോഹിതനാണെങ്കിലും സാഹിത്യകാരനാണെങ്കിലും ഒക്കെ. ഇപ്പോ ഇവിടെ ശ്രീനിവാസന്റെ പേരിലാണ് ഈ നഗർ. എനിക്ക് അത്തരത്തിൽ വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ കാലത്ത് ജീവിച്ച ഒരാള്, അദ്ദേഹത്തിന് ഇത് തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതും എഴുതുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു. ചെറിയൊരു ഉദാഹരണം പറയാം. അപ്പോ ഒരു പ്രസംഗകന് വേണ്ട യോഗ്യത എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അതിപ്പോ പല പുസ്തകങ്ങളുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. പ്രധാനപ്പെട്ട ഡെയിൽ കാർണഗി, പബ്ലിക് സ്പീക്കിംഗ്, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനം ഞങ്ങളൊക്കെ BA ഒക്കെ പഠിക്കും, ആവർത്തിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, ജന്മന പ്രസംഗനായിട്ട് ഒരാൾ എന്നുള്ളതില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നേ ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതിന്റെ പല കാര്യങ്ങൾ പറയും. നിങ്ങൾ മുൻകൂട്ടി പഠിക്കണം, നോട്ട്സ് ഉണ്ടാക്കണം, സമയത്ത് ചെല്ലണം, നല്ല വസ്ത്രം ധരിക്കണം, പിന്നെ തലമുടി ചെയ്യണം, അങ്ങനെ പല സംഗതികളുണ്ട്. പിന്നെ ഇത്ര മിനിറ്റ് വരും, വിറ്റ് പറയണം. എനിക്ക് തോന്നിയത് പ്രസംഗിക്കാൻ ആദ്യം വേണ്ടത് ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, ധൈര്യം വേണം. പ്രസംഗകന്റെ ആദ്യത്തെ ഗുണം ഇനിയിപ്പം മലയാളത്തിൽ പറയാം, ക്വാളിറ്റി. അപ്പൊ മനസ്സിലായി. ആ ക്വാളിറ്റി എന്താണ്? ധൈര്യമാണ്. പറയാനുള്ളത് പറയാനുള്ള തൻ്റെ ഇടം. എണീറ്റ് ഇങ്ങനെയാണ് എന്ന് പറയണം. ഒരു ബസ്സിൽ കണ്ടക്ടർ അന്യായമായിട്ട് ഒരു വൃദ്ധയായ യാത്രക്കാരിയോട് മോശമായിട്ട് പെരുമാറുമ്പോൾ, ഇങ്ങനെ എൻ്റെ മുമ്പ് ഒരു മോശമായി പെരുമാറാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാത്ത ഒരുത്തൻ പിന്നെ എന്ത് പഠിച്ച് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രബന്ധം എഴുതാൻ നല്ലത്. കാരണം സംസ്കൃതത്തിൽ പറയും, നിങ്ങൾ പഠിക്കുന്നത് ഗുരുമുഖത്തുനിന്ന് പഠിക്കണം, കേട്ട് പഠിക്കുക. പക്ഷെ ഒരു കുട്ടിയൊന്നും കേട്ട് പഠിക്കില്ല. എന്താണ്? കണ്ടേ പഠിക്കുകയുള്ളൂ. എന്നാൽ സംസ്കൃതത്തിലൊരു വാക്ക് അങ്ങനെയാണ്, ആചാര്യൻ എന്നാണ് അവർ പറയുക. അത് വ്യത്യാസമുണ്ട്. ഗുരുനാഥൻ എന്ന് പറയുന്നതും ആചാര്യൻ എന്ന് പറയുന്നതും വളരെ വ്യത്യാസമാണ്. എന്താ വ്യത്യാസം? ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള്. അതിപ്പോ ഇന്നത്തെ വാക്ക് പറഞ്ഞ അധ്യാപകൻ എന്ന് പറയാം. ആചാര്യൻ അങ്ങനെയല്ല. അതാരാണ്? പറയുന്നത് ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന മാതൃകകളിൽ ഒരുത്തനാണ് എന്ത് പറയാ? ആചാര്യൻ എന്ന് പറയാം. ഇപ്പോ ദ്രോണാചാര്യര് ആചാര്യനാ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കും. അപ്പോൾ ഉള്ള പ്രശ്നം, പ്രഭാഷണത്തിലുള്ള ഏറ്റവും വലിയ ദുരിതം, നമുക്ക് ഈ പറയുന്ന കാര്യത്തോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? ആണ്. അത് വളരെ എല്ലാ രംഗത്തും, എഴുത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം പറയാൻ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കള്ള് കുടിക്കുന്ന ഒരുത്തന് മദ്യപാനത്തിനെതിരായിട്ട് സെമിനാറിൽ പ്രസംഗിക്കാൻ പറ്റില്ല, പാടില്ല. ഇപ്പോൾ ഫാദർ വടക്കൻ്റെ ആത്മകഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മദ്യനിരോധന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോണ ആര്? അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മന്ത്രിയാണ് ബി വെല്ലിംഗ്ടൺ. അപ്പോൾ അച്ഛൻ എഴുതിയ കേട്ടോ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ കുതിപ്പും കിതപ്പുന്ന. അത് CH അത് വായിച്ചത് എൻ്റെ കുടിപ്പും കിടപ്പുന്ന. കാരണം ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതുക, KUTIPPUM, കുടിപ്പും കിടപ്പും. അപ്പം വടക്കനച്ഛൻ ശിഷ്യൻ്റെ കൂടെ മദ്യപിച്ചു, ചാരായൊക്കെ പിടിപ്പിച്ചു. അപ്പം വഴിയിൽ നിന്നും കുടിച്ചു വെല്ലിംഗ്ടൺ അവിടെ എത്തുമ്പോഴേക്കും മന്ത്രി ഓഫായി പോയി. അപ്പോൾ ജീപ്പിൻ്റെ പിറകിലവിടെ കട്ടൻ താത്തിയിട്ടത് വടക്കച്ച പോയി പ്രസംഗിച്ച് വന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രസംഗത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, എപ്പോഴാണ് പറയുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ പ്രസംഗക്കാർക്ക് മിക്കവർക്കും ഇല്ലാത്ത കാര്യം,
അത് ജീവിതത്തിൽ മുഴുവൻ വേണ്ടതാണ്. ഔചിത്യബോധം. അതിപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല, അവനോട് തിരിയണം. അപ്പം ഞാനിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എത്ര മിനിറ്റാണ്? അപ്പോൾ ആ മിനിറ്റിൽ അത് നിർത്തിയെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അങ്ങനെയുണ്ട്. അതായത് സംസ്കൃതത്തിലെ സാഹിത്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് 1000 കൊല്ലമായിട്ട് അംഗീകാരം കിട്ടിയ സാധനമാണ് ധ്വന്യാലോകം, ആനന്ദവർദ്ധനൻ്റെ പുസ്തകം. കാശ്മീരിയാണ് ആനന്ദവർദ്ധൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അഭിനവൻ. അഭിനവൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് അത് പ്രസിദ്ധമായി തീർന്നത്. അതിലൊരു വാക്യം ഞാൻ എന്നും ഓർക്കുന്നൊരു വാക്യമുണ്ട്. അതിൽ പറഞ്ഞത് അനൗചിത്യമല്ലാതെ രസഭംഗത്തിന് കാരണമില്ല. എങ്ങനെ? അനൗചിത്യമല്ലാതെ രസഭംഗത്തിന് കാരണമില്ല. അനൗചിത്യാത് ഹൃദയ ന അന്യത് രസഭംഗസ്യ കാരണം. അങ്ങനെ ഔചിത്യം എന്നുള്ളതൊരു സാഹിത്യ സിദ്ധാന്തമായിട്ട് തന്നെ സംസ്കൃതത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്ക പ്രഭാഷകന്മാർക്കും പ്രബന്ധകാരന്മാർക്കും ഇല്ലാത്ത അപൂർവമായൊരു ചരക്കിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ആരോടാ സംസാരിക്കുന്നത്, എപ്പോഴാ സംസാരിക്കുന്നത്, എത്ര നേരമാണ് സംസാരിക്കുന്നത്, യാതൊരു തലയുണ്ടാവില്ല. ഇതിനെപ്പറ്റി മാത്രമായിട്ട് നമ്മുടെ അടൂർഭാസിയുടെ അച്ഛൻ ഇ വി കൃഷ്ണപിള്ള ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്നുള്ള പുസ്തകത്തിൽ പ്രസംഗക്കാരനെ പറ്റി ലേഖനം തുടങ്ങുന്നത്, അദ്ദേഹം പ്രസംഗം തുടങ്ങുകയാണ്, നിങ്ങളുടെ സെക്രട്ടറി എന്നെ ഈ പ്രഭാഷണം ക്ഷണിക്കാൻ വരുമ്പോൾ ഞാൻ രാവിലെ ഉമിക്കരി കൊണ്ട് പല്ല് തേച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പിന്നെ അവിടെ ആലയിൽ ഭാര്യ പശുവിനെ കറക്കാൻ പോകുന്നു, ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള, പിന്നെ ചില ആളുകൾ പേരുകൾ പറയുക, പുസ്തകങ്ങൾ പറയുക, പരിഭ്രമിപ്പിക്കുക. പിന്നെ ഇപ്പോഴുള്ളൊരു വേറൊരു തമാശ എനിക്ക്, അതായത് നമ്മുടെ ആധുനികാനന്തര സിദ്ധാന്ത ലോകമുണ്ടല്ലോ, ആ സാഹിത്യ നിരൂപകന്മാരുടെ ലേഖനം വായിച്ചാൽ മനസ്സിലാവില്ല, പ്രസംഗം കേട്ടാൽ തീരെ മനസ്സിലാവില്ല. ഒരിക്കൽ വലിയൊരു പ്രഭാഷകൻ്റെ കൂടെ പ്രസംഗിക്കേണ്ട ഒരു സ്ഥിതി വന്നു MK സാനുമാഷക്കും എനിക്കും. അപ്പോൾ അദ്ദേഹം രാത്രി പോയി. പിറ്റേന്ന് രാവിലെ സാനുമാഷും ഞാനും കൂടി ആ മാഷയും കൂട്ടി ചായ കുടിക്കാൻ നിന്നപ്പോൾ മാഷ് ചോദിച്ചു, എടോ ഇന്നലെ അയാൾ പറഞ്ഞൊക്കെ തനിക്ക് മനസ്സിലായെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MK സാനുമാഷക്ക് മനസ്സിലായില്ലാത്ത പ്രസംഗം പിന്നെ മദ്രാശി മലയാളികളോട് ചെയ്യുന്നത് എന്തിനാണ്? ഇത് മുഴുവൻ ഈ പ്രബന്ധമാണെങ്കിലും പ്രസംഗമാണെങ്കിലും അവനവന് മനസ്സിലാവാത്തത് മനസ്സിലായി നടിക്കുമുണ്ടാവുന്ന ഒരു കാര്യമാണ്. അല്ലെ അവനവൻ്റെ ചിന്തയ്ക്ക് ഇല്ലാത്ത ഒരു ഗൗരവം അതിന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രസംഗത്തിൽ ചെയ്യുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്, ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങൾ കൊടുക്കുന്നതിനല്ല പ്രസംഗത്തിൽ ഞാൻ പറയുന്നത്. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിനെയാണ്. അത് ആവർത്തിക്കുകയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളുണ്ടാവും. ആ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല ഒരാൾ പ്രസംഗിക്കേണ്ടത്, തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഗാന്ധിയെ പറ്റി സംസാരിക്കുകയാണ്, നിങ്ങൾ ഗാന്ധിക്ക് എതിരാണ്, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഗാന്ധിക്ക് അനുകൂലമാണ്, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഗാന്ധിക്ക് നിങ്ങൾ ഭാഗികമായി അനുകൂലമാണ്, ഭാഗികമായി എതിരാണ്, അത് പറഞ്ഞാൽ മതി. അത് 3 മിനിറ്റാണെങ്കിലും 30 മിനിറ്റാണെങ്കിലും 3 മണിക്കൂറാണെങ്കിലും പറയാം. ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നില്ലേ പിന്നെ അതിന് പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രഭാഷകൻ ഏത് കാഴ്ചപ്പാടിൽ ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് എന്ന് ശ്രോതാവിന് മനസ്സിലാവണം. അപ്പോൾ വലിയ വലിയ ഇപ്പോൾ നേരത്തെ മാർക്ക് ആന്റണിയെ പറ്റി പറഞ്ഞു. ചരിത്രത്തിലെ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയാണ്, ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗമാണത്. ക്രിസ്തുവിന് മുൻപ് 44 BC 44 ജൂലിയസ് സീസറെ കൊന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബ്രൂട്ടസും കാഷ്യസും കൂടി തന്നെയാണ്. കാരണം ജനാധിപത്യം സംരക്ഷിക്കാൻ അദ്ദേഹം ഡിക്റ്റേറ്ററായിട്ട് സ്വേച്ഛാധിപതിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ കൊന്നിട്ട് അവർ പ്രസംഗിക്കുന്നു, ബ്രൂട്ടസ് പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെയൊക്കെ പൊതു സുഹൃത്തായ മാർക്ക് ആന്റണി വരുന്നത്. അദ്ദേഹം വന്നിട്ട്, അത് നമുക്കിപ്പോൾ പ്ലൂട്ടാർക്ക് ആ പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉള്ളടക്കം വെച്ചിട്ടാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജൂലിയസ് സീസർ എന്നുള്ള നാടകത്തിൽ ആ പ്രസംഗം എഴുതിയത്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്നിട്ട് തുടങ്ങുന്നത്. പിന്നെ അപ്പോൾ ആളിങ്ങനെ ചെവി ഓർക്കുമ്പോൾ അത് വളരെ നാടകമായിട്ട് അദ്ദേഹം പറയാം, ഞാൻ ഇവിടെ വന്നത് ജൂലിയസ് സീസറെ പുകഴ്ത്താനല്ല, അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യാനാണ് എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് പിന്നെ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു,
വളരെ അധികാരാസക്തിയുള്ള ആംബീഷ്യസ് ആയ ഒരാളാണ് ജൂലിയസ് സീസർ എന്ന്. ബ്രൂട്ടസ് ഒരു മാന്യനാണ്. അദ്ദേഹം പറഞ്ഞ് ശരിയായിരിക്കാം, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറഞ്ഞ് പിന്നെ അതേ അടുത്തയിലേക്ക് വരികയാണ്. എന്താ പറയുന്നത്? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വിൽപത്രം വായിച്ചു കേൾക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈലേസുകൾ സ്വന്തം കണ്ണീര് കൊണ്ട് കുതിർത്തിക്കളയും. അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്നൊരുങ്ങുന്ന രക്തത്തിൽ നിങ്ങളുടെ കൈലേസുകൾ മുക്കും. പക്ഷേ ഞാനത് വായിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു വായിക്കണം ആണല്ലോ. എന്തുണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു. ജൂലിയസ് സീസറുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ റോമിൻ്റെ ഒരു ഭാഗം ഭരിക്കുന്നത് മാർക്ക് ആന്റണിയാണ്. അപ്പുറത്ത് ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രൻ, അദ്ദേഹത്തിൻ്റെ ബന്ധു അഗസ്റ്റസ് സീസർ. അഗസ്റ്റസിൻ്റെ പേരാണ് നമ്മുടെ ആഗസ്റ്റ് മാസത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കഥയാണ്, ക്ലിയോപാട്രയും കാര്യങ്ങളൊക്കെ പോട്ടെ. ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗത. പിന്നെ വലിയൊരു പ്രഭാഷകന്റെ പേര് പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പേര് വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ്. UK ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പല കേളികളിലൊന്ന്, 2ാം ലോകമഹായുദ്ധം ജയിച്ചത് ബുള്ളറ്റ് കൊണ്ടല്ല, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്കുകൾ കൊണ്ടാണ്. കാരണം യുദ്ധമുന്നണിയിൽ പട്ടാളക്കാർ യുദ്ധം ചെയ്യുമ്പോൾ റേഡിയോയിൽ അദ്ദേഹം പ്രസംഗിക്കും, അവരെ ഉശിരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പ്രസംഗത്തിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്, എനിക്കത് വളരെ സമ്മതമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത് വിചാരത്തെ വികാരമാക്കുന്ന കലയാണ് പ്രസംഗം എന്നാണ്. എങ്ങനെ? വിചാരത്തെ വികാരമാക്കുന്ന കല. അതിൻ്റെ നല്ല ഉദാഹരണമായിട്ട് ഞാൻ കണ്ട ഒരാൾ അഴീക്കോട് മാഷ. അദ്ദേഹം എന്തും അദ്ദേഹത്തിന് വൈകാരികമാക്കാൻ സാധിക്കും. അതൊരു കലയാണ്, പ്രകടന കലയാണ്. അനവധി പ്രഭാഷകന്മാരുടെ പേര് പറയാൻ നിന്ന ഒരുപടി കാര്യമുണ്ട്. പിന്നെ ഈ സദസ്സിൽ പ്രസംഗിച്ച് നേരെയാവാൻ മോഹമുള്ള വിദ്യാർത്ഥികളോ ചെറുപ്പക്കാരോ ഉണ്ടെങ്കിൽ അവരോട് ഞാനൊരു ചെറിയ കാര്യം പറയുന്നത്, നിങ്ങൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു പണി അതാണ്, ധാരാളം പ്രസംഗങ്ങൾ. ഭാഗ്യവശാൽ വലിയ ആളുകളുടെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, മധുലിമായി, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അത് വലിയപ്പോൾ അതിലിപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്നാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേമാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുണ്ടശ്ശേരിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ നല്ല പ്രസംഗം. പിന്നെ വലിയ പ്രഭാഷകന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത് എങ്ങനെ പ്രസംഗിക്കാമെന്ന് മാത്രമല്ല, എങ്ങനെ പ്രസംഗിക്കരുത് എന്നും ആ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റും. കാരണം പല പ്രഭാഷകന്മാരുടെയും കാര്യങ്ങൾ. ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ വംശവെറി, ഇപ്പോൾ ഇന്ത്യക്കാരോട് വളരെ കയ്പുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ വളരെയധികം തമാശയുള്ള ഒരാളായിരുന്നു. അവരൊക്കെ അതായത് പ്രഭാഷണത്തിന് വേണ്ട ഒരു ചേരുവ നല്ല നർമ്മബോധമാണ്. അപ്പോൾ എനിക്കിപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ അദ്ദേഹം CG ജനാർദ്ദനുമായിട്ട്, അദ്ദേഹത്തെക്കാൾ എത്രയോ താഴെയുള്ള CG ജനാർദ്ദനുമായിട്ട് ഒരു 10-13 വോട്ടിന് തോറ്റുപോയി. അപ്പം അദ്ദേഹം ആ തോറ്റു എന്നുള്ള അങ്ങേറ്റം നടത്തിയ പ്രസംഗത്തിൻ്റെ തുടങ്ങിയത് ഒരു പഴത്തൊലി ചവിട്ടി ഞാൻ വീണുപോയി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കഴിച്ചത്. അപ്പോൾ ഈ പ്രസംഗകൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗ്യത വേണ്ടത് പ്രത്യുൽപ്പന്ന മതിത്വമാണ്. അപ്പം തോന്നണം, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം. പിന്നെ അപ്പം സ്വാഭാവികമായിട്ട് വന്ന ഇപ്പോൾ അഴീക്കോട് മാഷക്ക് ഉദാഹരണം പറയാൻ നല്ല നേരം വെളുക്ക് തന്നെ പറയാൻ എനിക്ക് ഉദാഹരണമുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഉദാഹരണം പറയാം. അദ്ദേഹം PVC ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടൊരു സ്വീകരണം കൊടുത്തു. അപ്പോൾ കോഴിക്കോട്ടുകാരെ പറ്റി അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ കാണാം. കോഴിക്കോടിനോട് വലിയ ഭ്രമമുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് കോഴിക്കോട്ടുകാരുടെ സ്വീകരണമാണ്. പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: എൻ്റെ ജന്മനാടായ, അങ്ങനെയല്ല, എന്നെക്കാളധികം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ജന്മം കൊണ്ട് ജന്മനാടായ കണ്ണൂരിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട നാടായി തീർന്ന കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടാ ഭയങ്കര കയ്യടിയാണ്. അപ്പം ജന്മനാടിനേക്കാൾ മേലെയാണ് വേറെ നാട് എന്ന് പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ? എന്നെക്കാളധികം ഞാൻ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ ജന്മം കൊണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ കളി അതൊരു വളരെ പ്രധാനപ്പെട്ട കലയാണ്. അത് ജന്മസിദ്ധമായിട്ട് കുറച്ച് നർമ്മബോധമൊക്കെ വേണം. പിന്നെ ഇത്തരം ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടാവുന്നത് ഈ കൂസൽ നിന്നാണ്. അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ രംഗഭീതി എന്നാണ് അഴീക്കോട് മാഷ ആത്മകഥയിൽ അതിനെപ്പറ്റി പറയുന്ന വാക്ക്, രംഗഭീതി. ഇപ്പം മുണ്ടശ്ശേരിയൊക്കെ പ്രസംഗിച്ചാൽ വെള്ളച്ചാട്ടം പോലെയാണ്. ഞാനത് 2 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടോ. ഇപ്പോൾ പെണ്ണുങ്ങളെ കൊടുത്താൽ ലീലാവ് ടീച്ചർ, പിന്നെ
കെ ബാലകൃഷ്ണൻ്റെ പ്രസംഗത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പി കെ ബാലകൃഷ്ണൻ ഒന്നാം തരം പ്രസംഗമാണ്. പിന്നെ മന്മഥൻ, MP മന്മഥൻ, ഒരു കാലത്ത് RM മനക്കലാത്ത്, പിന്നെ CH മുഹമ്മദ് കോയ, അരങ്ങിൽ ശ്രീധരൻ, ഒരുപാട് ആളുകൾ. അപ്പം മധുലിമായുടെ പ്രസംഗം കേട്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ദിലീപ് കുമാറിൻ്റെ ഹിന്ദി, രാജ് കപൂറിൻ്റെ ഹിന്ദി, മുഹമ്മദ് റഫിയുടെ ഹിന്ദി എനിക്ക് മനസ്സിലാവുമെങ്കിൽ ലിമായുടെ ഹിന്ദിയും മനസ്സിലാവും, അതുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒന്നാം തരമായിട്ട് പ്രസംഗിച്ചു. കാരണം ആ വാക്കിൻ്റെ ഒക്കെ അപ്പുറത്ത് കാണുന്നത് ഇതിൽ ഈ പ്രഭാഷകൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശബ്ദമാണ്. അത് നിങ്ങളെ ചതിക്കും. ഒന്നാം തരം ശബ്ദമാണ് അഴീക്കോട് മാഷ്ടേ, ഒന്നാം തരം ശബ്ദമാണ് സമദാനിയുടെ. കാരണം വികാരവാഹിയാവാൻ പറ്റുമതിന്. അപ്പോൾ എന്നോട് ചോദിക്കുക, എൻ്റെ ശബ്ദം മോശമാണെന്നാണ് സത്യമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ നമുക്കിനിയിപ്പോൾ ഇത് വേറും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കാന്നേ. അഴീക്കോട് മാഷ് 86-ാം വയസ്സിലും ശബ്ദത്തിന് ഒരു കലക്കുണ്ടായിരുന്നില്ല. സമദാനിക്ക് ഇപ്പോഴും ഒരു കലക്കുമില്ല. സമദാനിയുടെ പ്രസംഗത്തെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം വരെ ഉണ്ടാവും. ഞാൻ ശബ്ദത്തെ പറ്റി പറയുന്നത്. പിന്നെ ശബ്ദത്തിന് വേറൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥമാണോ അല്ലേ എന്ന് മിക്ക സമയത്തും 99% സമയത്തും അത് സ്വയം കാണിക്കും. പറഞ്ഞു കേട്ടാൽ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഏത് പാർട്ടിയാണ് രാഷ്ട്രീയക്കാർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. കാരണം ഇതൊക്കെ കാണാപ്പാഠം പഠിച്ച ആണ്. ഈ കാണാപ്പാഠം പഠിച്ച അല്ല പ്രസംഗം. അഴീക്കോട് മാഷ് ഒരിക്കൽ ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല പ്രസംഗം അതിൻ്റെ ആദ്യത്തെ വാക്യം ഉണ്ടാകുന്നത് ആ സദസ്സിൽ നിന്നാണ്. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെഡിമെയ്ഡ് സാധനം അല്ലത്, അവിടെ നിന്ന് ഉണ്ടാവണം. നിങ്ങൾക്ക് ആ പോഡിയത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ആലോചിക്കാൻ സാധിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, വർത്തമാനം പറയുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ എഴുതുമ്പോഴോ ഓർമ്മ വരാത്ത ഉദ്ധരണികൾ, കഥകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ, ഗ്രന്ഥകാരന്മാരെ പറ്റി ഒക്കെ അഴീക്കോട് മാഷയ്ക്ക് അവിടെ നിന്ന് ഓർമ്മ വരും, സ്റ്റേജിന് മുകളിൽ നിന്നാൽ. അതുകൊണ്ട് അതിൽ തീർച്ചയായിട്ടും സിദ്ധിയുടെ ഒരംശമുണ്ട്, സാധനയുടെ ഒരു അംശം ധാരാളമുണ്ട്. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ പറയാം, എത്രയോ കാലം അഴീക്കോട് മാഷ് ഏത് പ്രസംഗത്തിന് പോകുമ്പോഴും നോട്ട്സ് ഉണ്ടാക്കും. അദ്ദേഹം ഒരിക്കലും ഇത് നോക്കൂല. അദ്ദേഹം രൂപയുടെ പോക്കറ്റിലിടും. MT പ്രസംഗിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കും, കീശയിലിടും, അത് നോക്കൂല. ഈ രണ്ട് ആൾക്കും ഒരു ഗുണമുള്ള എന്താ അറിയോ? ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. ഈ കടലാസ് അങ്ങനെ തന്നെ അഴീക്കോട് മാഷ മനസ്സിൽ വരും, MTയുടെ മനസ്സിലും വരും. MT ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരേ ഒരു ശക്തി ഓർമ്മശക്തിയാണ്. അതിപ്പോൾ പ്രസംഗക്കാരന് വേണ്ടതാണ് എന്നുള്ളതിനെപ്പറ്റി ആരും തർക്കിക്കില്ല. ഓർമ്മശക്തി വേണം, പിന്നെ വായിച്ചറിവ് വേണം, കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ സാധിക്കണം, പിന്നെ എന്തിനെപ്പറ്റിയും ഞാൻ പറയാം ഒരു നിലപാട് വേണം. ആ നിലപാട് പറയാനുള്ള ഉശിര് വേണം. ആ ഉശിരുള്ള ഒരുത്തനെയാണ് വാസ്തവത്തിൽ പ്രസംഗക്കാരെന്ന് പറയുക. നന്ദി, നമസ്കാരം. മാഷോടൊരു ചോദ്യം. കാരശ്ശേരിയോടാകുമ്പോൾ എന്ത് ചോദിക്കാതെ, താങ്കളുടെ പ്രസംഗം കഴിഞ്ഞിട്ട് സദസ്സിൻ്റെ പ്രതികരണം അവർ കൈയടിക്കുകയാണോ അല്ലെങ്കിൽ അസ്വസ്ഥരാകുകയാണോ? ഈ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് താങ്കളുടെ പ്രസംഗം വിജയിച്ചതായിട്ട് അല്ലെങ്കിൽ ഫലവത്തായിട്ട് തോന്നുന്നത്? ഈ കയ്യടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൂക്കുവിളിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കയ്യടിയാണോ കൂക്കുവിളിയാണോ എന്നുള്ളത് ഒരു ചെറിയ പരിധിക്ക് അപ്പുറം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. എനിക്ക് പറയാനുള്ളത് പറയുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നു. എനിക്ക് കൂക്കുവിളി കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് കിട്ടിയ കല്ലേറാണ്. കല്ലേറ് കിട്ടിയാൽ അത് നിന്ന് കൊള്ളാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ പ്രസംഗിക്കാൻ പോണത്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ കൂക്കി വിളിച്ചു. ഇപ്പോൾ ഒരിക്കൽ നിലമ്പൂരിൽ നിന്ന് അങ്ങനെ ഉണ്ടായി. ഭയങ്കര, ഞാൻ ഇവരെ ഈ മതമൗലികവാദത്തെ ആക്ഷേപിച്ച് പ്രസംഗിച്ചപ്പോൾ ഭയങ്കരമായി അവർ കൂക്കി വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂക്കി വിളിക്കി, ഇതിൻ്റെ മാനക്കേട് എനിക്കല്ല വരിക, നിങ്ങൾക്കാണ് വരിക. നിങ്ങളുടെ നാട്ടിൽ വന്ന ഒരാൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് പറ്റാത്തൊരു ആശയം അയാൾ പറഞ്ഞു, അതുകൊണ്ട് എന്താണ് നിങ്ങൾ അയാളെ കൂക്കി വിളിച്ചത്? നിങ്ങൾക്കാണ്, എനിക്കൊന്നുമില്ല, എന്നെ ബാധിക്കില്ലത്. അപ്പം അതുകൊണ്ട് ഈ പ്രതികരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വല്ലതും എഴുതുകയാണ്, അല്ലെ ക്ലാസ് എടുക്കുകയാണ്, അല്ലെ നമ്മളൊരു നിലപാടെടുത്തു, അത് സത്യസന്ധമായിട്ടും നമ്മൾ വിശ്വസിക്കുന്നതാണ്, നമുക്കതിൽ ബേജാറാവേണ്ട വിഷയമില്ല. നിങ്ങൾ എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ ഒരു കാലത്ത് എഴുന്ന് കിട്ടൂല. അപ്പം നിങ്ങൾക്കുള്ള ഇപ്പോൾ നമ്മളിൽ എന്താപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇസ്ലാമിക ശരീഅത്തിലെ കൊള്ളരുതായ്മകൾ ഇല്ലാതെയാവുമോ? ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, വളരാത്ത കാര്യമാണ്.
ഇത് ഞാൻ വിചാരിച്ചല്ലാതെ ആവില്ല. പക്ഷേ അതിനെതിരായിട്ട് എനിക്ക് പറയാവുന്നത് ഞാൻ പറഞ്ഞു എന്നുള്ള തൃപ്തി എനിക്കുണ്ടാവും. മുഹമ്മദ് നബിയുടെ ഒരു വചനം, ഒരു അന്യായം കണ്ടാൽ നീ അത് കൈകൊണ്ട് തടയണം, ഇല്ലെങ്കിൽ വാക്കുകൊണ്ട് തടയണം. അതും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് വെടിയണം. നീ അതിൻ്റെ കൂടെ അല്ലാന്ന് വെക്കണം. അത് മതി. അപ്പോൾ പ്രസംഗക്കാരൻ ഒരു നിലയ്ക്ക് ഒരു പൗരാവകാശ പോരാളിയാണ്. പൗരാവകാശ പോരാളിയല്ല. ഇപ്പോൾ സാഹിത്യത്തെ പറ്റി പ്രസംഗിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ കുമാരനാശാൻ്റെ കവിതയിലെ ബിംബങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഉണ്ണുനീല സന്ദേശത്തിലെ രൂപങ്ങളെ പറ്റിയൊക്കെ അങ്ങ് പ്രസംഗിക്കുക. അതൊന്നും പ്രസംഗമല്ല ഞാൻ പറയുന്നില്ല. അതൊക്കെ വളരെ ഉപകാരം ഉണ്ടാവും. ഇപ്പോൾ അക്കാഡമിക് സെമിനാറുകളുണ്ടാവും, രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾ സമൂഹത്തെയോ സംസ്കാരത്തെയോ മനുഷ്യൻ്റെ മൂല്യങ്ങളെയോ മനുഷ്യൻ്റെ ദുഃഖങ്ങളെയോ ദുരിതങ്ങളെയോ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് മിക്കപ്പോഴും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് എതിരായിരിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വലിയൊരു പ്രഭാഷകൻ്റെ പേര് ഞാൻ പറയാം, രാജാ റാംമോഹൻ റോയ്. അദ്ദേഹം സതിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അദ്ദേഹം ഹിന്ദു വിരുദ്ധനാണ് എന്നുകൊണ്ട് അവിടെ വലിയ ബഹളം ഉണ്ടാവുകയാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗോറാണ് അദ്ദേഹത്തിന് പിന്തുണയായിട്ട് വരുന്നത്. അങ്ങനെയാണ് ആര്യ സമാജം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് കയ്യടി കൂക്കി വിളിക്കുന്നൊരു വിഷയങ്ങളല്ല, കല്ലേറും വാസ്തവത്തിൽ വിഷയമല്ല. അടുത്തൊരു ചോദ്യം, പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ മാഷെ ഏതെങ്കിലും തരത്തിൽ ആശങ്കകളെ അസ്വസ്ഥപ്പെടുത്താറുണ്ടോ? ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ വേദി വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെ യാത്രയിൽ പോകുമ്പോഴേ ആ വേദിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക മാഷ് കൂടെ കൊണ്ടുപോകാറുണ്ടോ? പ്രസംഗത്തെപ്പറ്റി ഞാൻ വായിച്ചൊരു കാര്യം, വാസ്തവത്തിൽ 4 പ്രസംഗം ഉണ്ടെന്നാണ്. ഒന്ന്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പ്രസംഗം. 2, നിങ്ങൾ വാസ്തവത്തിൽ ചെയ്ത പ്രസംഗം. 3, നിങ്ങൾ ചെയ്തതായിട്ട് നാട്ടുകാർ മനസ്സിലാക്കിയ പ്രസംഗം. 4, നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിച്ച പ്രസംഗം. ഒരിക്കലും നിങ്ങൾ വിചാരിച്ച മുഴുവൻ അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ സദസ്സ് വിട്ടു പോകുമ്പോൾ അയ്യോ ഇന്നൊരു കാര്യം ഞാൻ ഓർത്തത് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന് പിന്നെ ഓർത്തപ്പോഴേക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ബേജാറുണ്ടാവും. അല്ലാതെ ഇപ്പം ഞാൻ ഒരാളെ വിമർശിച്ചത്, ഇപ്പം എൻ്റെ ഭാഗ്യത്തിന് ഇതുവരെ ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നോട് അങ്ങനെ പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം, അവിവേകമാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല. അങ്ങനെ പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ആളുകളെ വ്യക്തിപരമായി നിന്ദിച്ച് സംസാരിക്കാറില്ല. കാരണം അതിന് കഥയില്ല. ആശയങ്ങളെയും നിലപാടുകളെ നമ്മൾ വിമർശിക്കുക, ഒരു അംശം വേണ്ട. ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ട് പറയാൻ ആഗ്രഹിച്ച കാര്യം പ്രസംഗിക്കാതെ പോയ സന്ദർഭമുണ്ടോ? ഒന്നുകിൽ സദസ്സിൻ്റെ താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ വേദിയുടെ രാഷ്ട്രീയമോ മതപരമോ ഏതെന്നുള്ള അതിൻ്റെ സ്ട്രക്ചർ, ഇത് കാരണം പറയേണ്ടതായ കാര്യങ്ങൾ പറയാതെ പോയ സന്ദർഭങ്ങൾ എന്തെങ്കിലും കാരശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രസംഗം നന്നാവാൻ എന്താ വേണ്ടത്? സദസ്സ് നന്നാവണം. സദസ്സിൻ്റെ പ്രതികരണത്തിനാണ് പ്രസംഗം ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു വിറ്റ് പറഞ്ഞു. ബർണാഡ് ഷാ പറയുന്നുണ്ട്, തമാശ പറയാൻ 3 ആൾ വേണം. ആരാണ്? ഒന്ന് വിറ്റ് പറയുന്നവൻ, രണ്ടാമതാരാ അത് കേട്ട് ആസ്വദിച്ചിരിക്കുന്നവൻ, മൂന്നാമതാരാ ഇതെന്താ നടന്നതെന്ന് അറിയാതെ ബ്ലിങ്ക് നിൽക്കുന്ന വിഡ്ഢി. ഈ മൂന്നാമത്തോട് ഉണ്ടാകുമ്പോഴേ വിറ്റ് പൂർത്തിയാവുമെന്ന് ഷാ പറയും. മനസ്സിലായോ? ഈ ഷായുടെ പ്രസംഗത്തിന്റെ പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഒരിക്കല് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം നടക്കുകയാണ്. അപ്പോൾ ഷാക്ക് വലിയൊരു കുഴപ്പമുണ്ട്. നാടകം നടക്കുന്നതിനിടയ്ക്ക് കർട്ടനിടയ്ക്ക് വന്നിട്ട് കർട്ടൻ വീണ് അടുത്ത അംഗത്തിനിടയ്ക്ക് വന്നിട്ട് നാടകത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്റ്റേജ് ഇടിഞ്ഞ് വീണ് ഉടനെ ഷാണി ചോദിച്ച് എൻ്റെ വാക്കുകളിൽ എത്ര കനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? വേറൊക്കെ ചോദിച്ചു നാടകം നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഒരുത്തം പറയും മഹാ ബോറല്ലേ നിങ്ങളുടെ നാടകം. അപ്പോൾ ഉടനെ ഷാ പറഞ്ഞു അത് എനിക്കും അതാണ് അഭിപ്രായം, പക്ഷേ നാട്ടുകാർ സമ്മതിക്കണ്ടേ. ഇങ്ങനെയാണ് ഷായുടെ. അപ്പോൾ എന്നാ പറയാൻ വന്ന് അപ്പോൾ ഞാൻ പറയാ. അപ്പോൾ സദസ്സ് നന്നല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിറ്റ് പറഞ്ഞു. അപ്പോൾ ഈ മൂന്നാമൻ, നേരത്തെ പറഞ്ഞ ഷാ പറഞ്ഞ മൂന്നാമനല്ലേ, മൂന്നാമനാണ് സദസ്സിൽ അധികമെങ്കിൽ പിന്നെ അടുത്ത വിറ്റ് വരില്ല. കാരണം ഇതൊരു അഴീക്കോട് മാഷ് പണ്ട് ഒരിക്കൽ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ഞാൻ ഇപ്പോൾ പരസ്യമായിട്ട് പറയാണ്, എന്തോ ഇങ്ങനെ പ്രസംഗത്തെ പറ്റിയാണ് അദ്ദേഹത്തോട് അധികം സംസാരിച്ചത്. അപ്പോൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, എടോ നിങ്ങൾക്കൊക്കെ ലൈംഗികാനുഭൂതി വളരെ വലിയ ആനന്ദമല്ലേ? ഞാൻ പറഞ്ഞു സത്യത്തിലാണ് സർ, ഗുരുനാഥനോട് പറയാൻ പാടില്ല. അവ എന്നോട് അതേ പറയാം. എന്നാലെടോ പ്രസംഗിക്കുമ്പം എനിക്ക് ആ അനുഭൂതിയാണ്. ഭയങ്കര വാചകം അത്. കാരണം കല്യാണം കഴിക്കാത്ത ഒരാളാണ്. കുഞ്ഞുനിമേഷ പറഞ്ഞ മാതിരി എന്നെ തന്നെ വെളി കഴിച്ചു കൂടിയിരുന്നു ഞാൻ എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ കുഞ്ഞുനിമേഷ പ്രസംഗത്തെ എന്താ ഗുണം? സത്യമാണ്. അദ്ദേഹം വായി തോന്നുക പറയാണ്. അദ്ദേഹത്തിന് രംഗഭീതി, സ്റ്റേജ് ഫ്രൈറ്റ്
സഭാകമ്പം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ മാതിരി പരിപാടിയൊന്നുമില്ല. കുഞ്ഞിന് മാഷ് കയറി വന്ന് തോന്നുന്നതിനെ പറയുന്നതിനാണ് ഈ പ്രസംഗെന്നും എഴുതുന്നതിനാണ് ഈ കവിത എന്നൊക്കെ പറയാം. തോന്നിയാക്ഷരങ്ങളെന്ന് ONV പറയും. നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. അതാണ് ഈ തോന്നാത്തത് പറയുന്നവരൊക്കെ, ഈ നമ്മളെ വലിയ പ്രസംഗക്കാരൊക്കെ, അവർക്കൊന്നും തോന്നുന്നില്ല. അവർക്ക് തോന്നുന്നത് കാശുണ്ടാക്കണമെന്നും അഴിമതി നടത്തണമെന്നും കാറിൽ പോകണമെന്നും ഷെയർ വാങ്ങണമെന്നും പിന്നെ വേറെ വേണ്ടാത്തതൊക്കെ അവർക്ക് തോന്നുന്നത്. ഇതൊക്കെ അവർ പഠിച്ചു വെച്ചതാണ്. ഈ പഠിച്ചു വെച്ച് പറഞ്ഞാലുണ്ടല്ലോ, അത് നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ ശരീരഭാഷയിൽ ആണ് വളരെ പ്രധാനമാണ്. ശരീരഭാഷ. ഇപ്പം ഞാൻ ഇൻവോൾവ് ആയിട്ടാണോ, ഇതിൽ മുഴുകിയിട്ടാണോ, എൻ്റെ വിഷയമാക്കിയിട്ടാണോ സംസാരിക്കുന്നത്? അപ്പോൾ സദസ്സ് നന്നല്ലെങ്കിൽ ശരിക്കും നമ്മൾ തോറ്റുപോകും. കാരണം ഈ ഒരു ഭാഗം കൊണ്ട് മാത്രം ഇണചേരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അനുഭവമുള്ളതുകൊണ്ട് അറിയാലോ. അപ്പോൾ ആ സദസ്സിൻ്റെ പ്രതികരണം എന്നുള്ളത്, പ്രതിപ്രവർത്തനം എന്നുള്ളത് ഈ പ്രസംഗനെ വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ ചിലയിടത്ത് ഒന്നും പറഞ്ഞിട്ട് ഈ ഹാർഡ് വാട്ടർ എന്ന് പഠിക്കുമല്ലോ, എന്താണ് സോപ്പ് കലക്കാ കലങ്ങൂല എന്ന്. ഞങ്ങൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ, ഞാൻ സയൻസൊക്കെ വളരെ കുറച്ചേ പഠിച്ചിട്ടുണ്ട്, അതിൽ പഠിച്ചൊരു വാക്കാണ് ഹാർഡ് വാട്ടർ. എന്നാൽ അത് സോപ്പയിൽ കലങ്ങൂല. അപ്പം നമ്മൾ പറഞ്ഞ യേശൂല ചിലപ്പോൾ. അപ്പോൾ പിന്നെ അത് നിവൃത്തിയില്ല. അപ്പം നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങില്ലാതെ, കാരണം ഒരു തലയില്ല. ഇപ്പം ഞാനൊരിക്കൽ എൻ്റെ അബദ്ധമാണ് കേട്ടോ. അതായത് തുഞ്ചൻപറമ്പിൽ രാമായണ പ്രഭാഷണത്തിൽ ഒരു തവണ എന്നെ വിളിച്ചു. അപ്പോൾ എന്താണ്, സീതയും അഹിംസയും എന്നുള്ള വിഷയമാണ് എൻ്റെ. കാരണം വാൽമീകി രാമായണം വായിച്ചപ്പോൾ സീത വളരെ അഹിംസാവാദിയാണെന്ന് എനിക്ക് തോന്നലുണ്ടായി. ഞാനൊരു പ്രബന്ധമായിട്ട് എഴുതി അവിടെ അവതരിപ്പിച്ചു. അവിടെ യാതൊരു എന്താ കാരണം, പിന്നെ എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ സദസ്സ് അറിയാതെ പെരുമാറിയ അവിടെ ഉള്ളത് പ്രായം ചെന്ന ഭക്തകളായ സ്ത്രീകളാണ്. അവർക്ക് ഈ രാഷ്ട്രീയമൊന്നും കേൾക്കണ്ട. എന്ത് അഹിംസ? അവർക്ക് സീതാദേവിയെ പറ്റിയും ശ്രീരാമേന്ദ്ര മഹാരാജാവിനെ പറ്റിയും ലക്ഷ്മണനെ പറ്റിയും ഒക്കെ കേട്ടാൽ മതി. അവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പ്രസംഗിച്ചു പോന്നു, അവരാരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ സമയം അവരുടെ സമയം ഞാൻ ദുർവ്യയം ചെയ്തു. അങ്ങനെയുണ്ട്. സദസ്സിൻ്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. പൊതുവെ ഇടതുപക്ഷ വേദികളിൽ MN കാരശ്ശേരിയുടെ സാന്നിധ്യം വളരെ കുറവാണ്. അത് നിലപാട് കൊണ്ടാണോ? അല്ല, അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർക്ക് 100 കുറ്റമുണ്ട്. പക്ഷേ അതിലൊരു കുറ്റം ഞാൻ ഒഴിവാക്കുക. എന്താ പറയുക, വിമർശിച്ചാൽ അവർ ദേഷ്യം പിടിക്കുക, തല്ലാൻ വരിക, പിണങ്ങിയൊന്നും ചെയ്യില്ല. ഞാനിപ്പോൾ തന്നെ പയ്യന്നൂർ കോൺഗ്രസ്സുകാരൊരു സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാരെ ആദ്യം നിശിതമായി വിമർശിച്ചാണ് വരുന്നത്. അവരെനിക്ക് മര്യാദയ്ക്ക് ചോറൊക്കെ വാങ്ങി തന്ന്, കുറച്ച് കാശൊക്കെ തന്ന്, വളരെ സന്തോഷമായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി യാത്രയാക്കി പറഞ്ഞയച്ചു. അപ്പോൾ ഈ ഒന്നാമത് പണ്ടും തന്നെ കുഞ്ഞുകണ്ണൻ തെറ്റിദ്ധരിച്ചാവും, പണ്ടും തന്നെ ഇടതുപക്ഷത്തിൻ്റെ വേദികളിൽ എന്നെ അങ്ങനെ വിളിക്കാറില്ല. എന്താ കാരണം വെച്ചാൽ, ഈ പുരോഗമന കലാസാഹിത്യ സംഘം എന്നൊരു പരിപാടിയില്ലേ, ഇതിന് ഉണ്ടായെന്ന് എതിരാണ് ഞാൻ. എന്താ എതിരാവാൻ കാരണം വെച്ചാൽ, അതിൻ്റെ യാന്ത്രികതയ്ക്കെതിരായിട്ട് പൊരുതിയ ഒരു നായകൻ്റെ ആരാധകനായിട്ട്, കുട്ടികൃഷ്ണമാരാരുടെ ആരാധകനായിട്ടാണ് ഞാൻ വളർന്നത്. പിന്നെ എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്നുള്ള NP മുഹമ്മദാണ്. എൻ്റെ ഗുരുനാഥൻ അഴീക്കോട് മാഷാണ്. പിന്നെ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു എഴുത്തുകാരനാണ് ഭാസ്കരൻ നായർ. അതുപോലെ എനിക്ക് വലിയ കമ്പുള്ള ഒരാളാണ് സഞ്ജയൻ. ഇവരൊക്കെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനെതിരായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ പ്രസംഗം കേൾക്കാനോ പിന്നെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. പിന്നെ ഞാനിപ്പോൾ കുറച്ചൊക്കെ മുതിർന്നതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്താദിമാരെ വന്ന ദേശാമാനി വീക്കിലൊക്കെ ചിലത് എഴുതിയിട്ടുണ്ട്. ഞാൻ അവരുടെ സാംസ്കാരിക രംഗത്ത് പണ്ടേ ഉള്ള ഒരാളല്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ പിണറായി വിജയനെ വിമർശിക്കുന്നതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്നുള്ള തെറ്റിദ്ധാരണ കുഞ്ഞുകണ്ണന് വേണ്ട. ഏതായാലും കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് MN കാരശ്ശേരി. അദ്ദേഹം തൻ്റെ പ്രസംഗത്തെക്കുറിച്ചും പ്രസംഗ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ചു വന്ന മേഖലയെക്കുറിച്ചും ഹ്രസ്വമായിട്ടാണെങ്കിലും നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ സദസ്സിന് കാരശ്ശേരി മാഷുമായിട്ട് സംവദിക്കാനുള്ള ഒരവസരമാണ്. നമുക്ക് അവിടെ നിന്ന് ചോദിച്ചാൽ മതി. ചോദിക്കുന്ന ആൾ പേര് പറഞ്ഞ സന്തോഷമാണ്. ചോദ്യം ചുരുക്കിയിട്ട് ചോദിക്കാം. ഈ താങ്കളിപ്പോൾ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് സാധാരണ പ്രസംഗങ്ങളേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവം അതിൽ നിന്നുണ്ടാവുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ പ്രസംഗവും പ്രബന്ധവും വളരെ വ്യത്യാസമാണ്. പ്രസംഗവും ക്ലാസ്സും വളരെ വ്യത്യാസമാണ്. ഇതുപോലെ ചാനൽ ചർച്ചയും പ്രസംഗവും വളരെ വ്യത്യാസമാണ്. എന്നുവെച്ചാൽ ഒന്ന്
നിങ്ങൾക്കൊരു അവർ തരുന്നത് ഇന്നതാണ് വിഷയം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് വിഷയം എന്ന് പറഞ്ഞു, ശരി. പിന്നെ എന്താണ് അവർ ചോദിക്കാമെന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നിങ്ങളോട് ഒന്നാമത്തെ ചോദ്യമാവും, ചില 5ാമത്തെ ചോദ്യമാവും. അപ്പോൾ ഈ 4 പേര് പറഞ്ഞതിനെ പറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കൊരു നിലപാട് നേരത്തെ ഉണ്ടാവണം. അത് കഴിയുന്നത്ര വ്യക്തമായി ശക്തമായി ചുരുക്കി പറയണം. ഇപ്പം എൻ്റെ മാതിരിയൊക്കെ നേതാവോ അനുയായോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഇമാമും ഇല്ല മൗമൂമും ഇല്ലാത്ത ഒരാളാണ്. അപ്പം എനിക്ക് എത്ര കുറച്ച് സമയം തന്നാലും ആരും പരാതി പറയില്ല. ഞങ്ങൾ ഇവിടുത്തെ ഞാൻ മറ്റേ DYFI ആണ്, അല്ലെ KS യൂത്ത് കോൺഗ്രസ് ആണ്, അല്ലെ മറ്റേ മൂത്ത കോൺഗ്രസ് ആണ്, എനിക്കിതൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ പറയണം, ഞാൻ അപ്പം പറയണം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വലിയൊരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം ഇത് ചുരുക്കിയിട്ട് പറയണം. ഇവർ പറഞ്ഞ് ഖണ്ഡിക്കണം, പിന്നെ ഇവരെ കളിയാക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കളിയാക്കണം, പിന്നെ അവർ തെറി പറഞ്ഞാൽ മിണ്ടാതിരിക്കണം. അവർ തെറി പറയുള്ളൂ, നമുക്ക് പറയാൻ കൊള്ളൂല, നമ്മൾ പാർട്ടിയല്ലല്ലോ. അപ്പോൾ ഞാനീ മനസ്സിലായോ, അതിൻ്റെ ഇടയ്ക്ക് വല്ല ചരിത്ര സംഭവം, ഇപ്പോൾ ഗാന്ധിയെ പറ്റിയോ നെഹ്റുവിനെ പറ്റിയോ അല്ലെങ്കിൽ അബുൽ കലാം ആസാദിനെ പറ്റിയോ അല്ലെങ്കിൽ ടാഗോറിനെ പറ്റിയോ പറയണ്ടേ, ഞാൻ അതുകൂടി നോക്കും. അപ്പം അങ്ങനെ അത് എല്ലാം കൂടി ഒരു മണിക്കൂർ പരിപാടിയിൽ എനിക്ക് മാക്സിമം കിട്ടുക 7-8 മിനിറ്റാണ്, 2 തവണയായിട്ട്. അപ്പോൾ ഈ 7-8 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയണം. അത് വളരെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് BA MA MSc MPhil ഒന്നും ഇല്ലാത്ത, ഹൈസ്കൂളിൽ പോയിട്ടും കൂടി ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർ, പിന്നെ അവർ പല പണിയെടുക്കുന്നിടയ്ക്ക് അതൊക്കെ കേൾക്കുന്നത്, ഊണ് കഴിച്ചുകൊണ്ട് കറിക്കരച്ചുകൊണ്ട് അങ്ങനെ. അപ്പം അത് വലിയൊരു ശരിക്കും പാർട്ടിയാണ് വലിയ ഗുണമുള്ളതെന്നറിയാം. അവരെന്ത് പറഞ്ഞാലും, എന്ത് അബദ്ധം പറഞ്ഞാൽ, എന്ത് പിന്നെ പോക്രിത്തരം പറഞ്ഞാലും പിന്തുണയ്ക്കാൻ ആളുണ്ടാവും, നമുക്കത് ഉണ്ടാവില്ല. എനിക്ക് ഒരബദ്ധം പറയാനേ അവസരമുള്ള MC. ഒരബദ്ധം പറഞ്ഞ് അടുത്ത ആളെ വിളിക്കേണ്ട, ആൾ അബദ്ധക്കാരൻ പറഞ്ഞാൽ എന്തായാലും വിളിക്കാത്തതെന്ന് ആരും ചോദിക്കൂല. അപ്പം അതുകൊണ്ട് അത് വലിയൊരു അസിധാര എന്ന് പറയുമല്ലോ, കത്തിയുടെ വായ്ത്തല കൂടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത് വലിയ മഹത്തായ സംഭവം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഇതിന്ന് വളരെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവതരിപ്പിക്കാനോ ആമുഖം പറയാനോ ഒന്നും സമയമില്ല കേട്ടോ. ബഷീർ പറയും സമയമില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. അത് എപ്പോഴും ഓർമ്മ വരും ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ. കാരണം ഇത് ഈ 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് അപ്പോഴേക്ക് സ്മൃതി പരുത്തിക്കാട് അല്ലെങ്കിൽ അഭിലാഷ് മോഹൻ അല്ലെങ്കിൽ വിനു ബി ജോൺ അല്ലെങ്കിൽ സുരേഷ് അവരപ്പോഴേക്ക് അടുത്ത ആളിലേക്ക് പോകും. അവരെ പറയാനില്ല. കാരണം CPM-ൻ്റെ നേതാവ് ഇരിക്കുന്നു, അല്ലെങ്കിൽ BJP നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് ഇരിക്കുന്നു. അതിനിടയ്ക്ക് ഈ സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള ലോകത്ത് എവിടെ ഇല്ലാത്ത ഒരു പദവിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് എന്താണാവോ എനിക്കറിഞ്ഞൂടാ. വേറെ ലോകത്തെവിടെയാണെങ്കിൽ ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, എൻ്റെ പേരെഴുതി കാണിച്ചിട്ട് അടിയിൽ കാലിക്കറ്റ് സർവകലാശാല എന്നാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുക സാമൂഹ്യ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് അത് വളരെ വളരെ പുതുമയുള്ള, വളരെ പ്രയോജനമുള്ളൊരു ഇതാണ്. കാരണം ഒരു ലേഖനം എഴുതുന്നേക്കാൾ എത്രയോ കുറച്ച് സമയം അധ്വാനം മതി ഇതിന്. നമ്മുടെ ആശയം പെട്ടെന്ന് എത്തും. അപ്പം ഇനിയിപ്പം ആൾ ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി ഞാൻ പറയാം, ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ, ഇതിനൊക്കെ എത്ര ഉറുപ്പ്യ കിട്ടുന്നു? എവിടെ MC പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട് ആയതുകൊണ്ട് MCക്ക് അത് അറിയാം. 1 ഉറുപ്പ്യ ഇതിന് കിട്ടില്ല. ഇതിന് അങ്ങോട്ട് പൈസ കൊടുക്കാൻ തയ്യാറുള്ള നേതാക്കന്മാരുണ്ട് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ എന്നോട് KT മുഹമ്മദ് എന്നോട് ഇഷ്ടം കൊണ്ട് MT വാസ എന്നവരൊക്കെ പറഞ്ഞു, പൈസ കിട്ടാതെ ഈ പണിക്ക് പോകരുത്, ഇവരുടെ ചൂഷണത്തിൽ നിന്ന് കൊടുക്കരുത്. അപ്പം KTയോട് പിന്നെ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. KTയോട് KTക്കൊക്കെ അങ്ങനെ പറയാം, KT പറഞ്ഞോളൂ എന്ന് പറയും. MTയോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തെത്തിക്ക് എനിക്ക് വേറൊരു വഴിയില്ല. ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചു എന്നുള്ളത് എനിക്ക് എന്നോട് കാണിക്കുന്ന സൗജന്യമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കാരശ്ശേരിക്ക് എന്താ പറയാനുള്ളതെന്ന് വിനു ബി എന്നോട് ചോദിക്കുന്നില്ലേ? ഒന്നിൻ്റെയും പേരിലല്ല, എന്തെങ്കിലുമൊക്കെ തെറ്റോ ശരിയോ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ശരി മാത്രം പറയുന്നവരോ അങ്ങനെ ഒരാളില്ല. പറഞ്ഞാൽ തെറ്റുപറ്റും മനുഷ്യന്. ഇപ്പോൾ ഒരിക്കലും ഞാൻ അനിൽകുമാറിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനിൽകുമാർ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ തെറ്റായിട്ട് മനസ്സിലാക്കി, ഞാൻ ഖേദിക്കുന്നു, ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു, ഞാൻ പിൻവലിക്കുന്നു. മറ്റേ രാഷ്ട്രീയക്കാരങ്ങനെയല്ല, അത് വളച്ചൊടിച്ചു എന്നാണ് പറയല്. അല്ലെങ്കിൽ അത് മറ്റേ എന്താണ് അത് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ AK ബാലൻ പറഞ്ഞിട്ടില്ല എന്ന് AK ബാലൻ തന്നെ പറയും. വലിയ തമാശയാണ്. അതിപ്പോൾ ഏറ്റവും പുതിയ അനുഭവമാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ. അതായത് നമ്മുടെ പാർട്ടിക്കാരെന്താ ചെയ്യുക, അവർ ചെയ്തത്, അവർ പറഞ്ഞിട്ടില്ല എന്നാണ് തിരുത്തൽ. എങ്ങനെ ഉണ്ടാവും അത്? നല്ല തിരുത്തലല്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടറിനെതിരായിട്ട് സമരം ചെയ്തോ എന്ന് ചോദിച്ചാൽ CPM-കാർ ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, പിന്നെ അങ്ങനെ അത് ശ്രീനിവാസൻ
കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് അയാളുടെ സിനിമയെ കൂടി പ്രചരിപ്പിച്ച വ്യാജമാണെന്നാണ്. എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്നുള്ള മുദ്രാവാക്യം എപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അപ്പം ഈ ഇതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരിക്കലും ഒന്നാമത് വകതിലുള്ള ആർക്കും ഒരു പ്രത്യേക സമയത്തിൽ അധികം കണ്ടിരിക്കാൻ പറ്റില്ല. അതിന് മാത്രം ഇവർ അലമ്പുണ്ടാക്കും. പിന്നെ നമ്മൾ ഇതൊക്കെ ചലേക ഉപകാരം പറഞ്ഞ ഒരു പൊട്ടെ എന്ന് വെച്ചിരിക്കും. നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഈ ചാനൽ ചർച്ച. MC പഠിച്ചിട്ടുണ്ടാവും ഖുർആനിൽ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണെന്നാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ്. സബൂറുള്ളവൻ്റെ കൂടെയാണ് അള്ളാഹു എന്നാ. അപ്പോൾ നല്ല സബൂർ വേണം. കാരണം ഇവരുടെയൊക്കെ ഈ വിഡ്ഢിത്തം. പിന്നെ പച്ചക്കളവ് പറയും, പച്ചക്കളവ്. അപ്പോൾ പച്ചക്കളവ് വരുമ്പോൾ ഒരു നിവൃത്തിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് ചിരിക്കും. അപ്പോൾ ഒരിക്കൽ ജോസഫിൻ്റെ കൈവെട്ട് കേസിൻ്റെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഏഷ്യാനെറ്റുകാർ പറഞ്ഞു, മാഷൊന്ന് തിരുവനന്തപുരം. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ വേണം വരാം. കാരണം ജോസഫിൻ്റെ കൈവെട്ടിനെതിരായിട്ട് കേരളത്തിലാകെ നടന്ന ഒരൊറ്റ പ്രകടനം ഞങ്ങൾ കോഴിക്കോട് നടത്തിയ കേരളത്തിൻ്റെ ലജ്ജാ പ്രകടനം എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഇതിനുവേണ്ടി വാദിക്കാൻ വന്ന ഹമീദ്. അപ്പോൾ ഹമീദ് ഒരു പച്ചക്കള്ളം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ അമീന് ദേഷ്യം വന്നു. അമീന് മനസ്സിലായി ഇത് കളവാന്ന്. എൻ്റെ ചിരി കണ്ടാൽ മനസ്സിലായി. അമീദ് പറഞ്ഞു, ചിരിക്കണ്ട. ഞാൻ ചോദിച്ചു, അമീദ് പറഞ്ഞു എനിക്ക് ചിരിക്കാൻ പാടില്ലേ. അപ്പോൾ ഇതിൽ ചിരി നമ്മുടെ പ്രധാനപ്പെട്ട പ്രസംഗമെന്ന് MC മനസ്സിലാക്കണം. കാരണം ഇവർ കളവ് പറയുകയോ വളച്ചൊടിക്കുകയോ ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് ഈ പ്രേക്ഷകനോട് എനിക്ക് നടത്താനുള്ള ആശയ സംവേദനം, എനിക്കുള്ള ഒരേ ഒരു ആയുധം ചിരി. അതിനിടയ്ക്ക് വർത്തമാനം അവർ പറയുമ്പോൾ എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, കടന്നു കയറിയിട്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നല്ല ക്ഷമ വേണം. പിന്നെ ഇടയ്ക്ക് നന്നായിട്ട് ഇവരെ കളിയാക്കി ചിരിക്കാനുള്ള ഒരു മനസാന്നിധ്യം കൂടി വേണം. പിന്നെ പ്ലീസ് ഒന്ന് പേര് പറയൂ. വളരെ മനോഹരമായ ഫലഭൂയിഷ്ടമായൊരു സെഷൻ കൂടി അവസാനിക്കുകയാണ്. ഈ സെഷന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഹരീന്ദ്രൻ കരിമ്പനപ്പാലത്തെ ക്ഷണിക്കുന്നു. ഓരോ മലയാളിയുടെയും അഭിമാനമായ ശ്രീ എം. കാരശ്ശേരി മാഷിന് ലിറ്ററേച്ചർ ഫെസ്റ്റ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ വേദി പങ്കിട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, ശ്രീ KK മഹമ്മൂദ്, ഒപ്പം തന്നെ ഈ ചടങ്ങിനെ ശ്രവിച്ച മുഴുവൻ പേർക്കും ലിറ്ററേച്ചർ ഫെസ്റ്റ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.